എല്ലാവർക്കും നമസ്കാരം. സേഫ്നെറ്റ് ആപ്ലിക്കേഷനിലൂടെ നമുക്കെങ്ങനെ ഒരു മെഷീൻ സ്റ്റോക്കിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. അതിനായി ഫസ്റ്റ് സ്ക്രീൻ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് വിശദാംശങ്ങൾ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. നമ്മളിപ്പോൾ പുതിയൊരു വെൽഡിംഗ് സെറ്റാണ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി വെൽഡിംഗ് സെറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിഫോൾട്ട് എന്ന സബ് കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിലുള്ള വെൽഡിംഗ് സെറ്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. WM01, WM02 എന്ന വെൽഡിംഗ് സെറ്റാണ് നിലവിൽ ഷോപ്പിലുള്ളത്. പുതിയൊരു വെൽഡിംഗ് സെറ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പേ പുതിയ വെൽഡിംഗ് സെറ്റിൽ മാർക്കർ ഉപയോഗിച്ച് WM03 എന്ന് എഴുതി വെക്കേണ്ടതാണ്. പുതിയ മെഷീനിൽ മെഷീൻ കോഡ് മാർക്കർ ഉപയോഗിച്ച് എഴുതിയതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് മെഷീൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായി ആദ്യം മെഷീൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നമുക്ക് ക്യാമറ ഉപയോഗിച്ചും ഗാലറി ഉപയോഗിച്ചും മെഷീൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മെഷീൻ അപ്ലോഡ് ചെയ്യുന്നത്. മെഷീനിൽ എഴുതിയ മെഷീൻ കോഡ് ഇവിടെ മെഷീൻ കോഡിൻ്റെ അവിടെ എഴുതി കൊടുക്കേണ്ടതാണ്. മെഷീൻ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് ആ തുക ഇവിടെ ചേർക്കേണ്ടതാണ്. ബാക്കിയൊക്കെ ഓപ്ഷണലാണ്. മെഷീൻ്റെ പേര്, മെഷീൻ്റെ തുക, വാങ്ങിയ തീയതി, വാറണ്ടി കാർഡ്, ബിൽ ചിത്രം എന്നിവ എല്ലാം ഓപ്ഷണലാണ്. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മൾ പുതിയൊരു മെഷീൻ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെൽഡിംഗ് സെറ്റ് എന്ന കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് ഡിഫോൾട്ട് എന്ന സബ് കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ മെഷീൻ ആഡ് ചെയ്തത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളൊരു ഡ്രില്ലർ മെഷീനാണ് വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കാൻ നേരത്ത് ഡ്രില്ലർ മെഷീൻ്റെ കാറ്റഗറി കാണാനില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലർ മെഷീൻ്റെ കാറ്റഗറി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനായി കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മെഷീൻ കാറ്റഗറി തിരഞ്ഞെടുക്കുകയിൽ ഡ്രില്ലിംഗ് മെഷീൻ സെലക്ട് ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഡ്രില്ലിംഗ് മെഷീന് നിങ്ങൾ വിളിക്കുന്ന പേര് അതിവിടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രില്ലർ മെഷീൻ്റെ കാറ്റഗറി ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഡ്രില്ലർ മെഷീൻ്റെ കാറ്റഗറി ക്രിയേറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കാറ്റഗറി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സബ് കാറ്റഗറിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഡ്രില്ലർ മെഷീൻ്റെ സബ് കാറ്റഗറിയാണ് 2 മോഡ് ഡ്രില്ലർ മെഷീൻ, 3 മോഡ് ഡ്രില്ലർ മെഷീൻ, സെൽഫ് ഡ്രില്ലർ, ഇമ്പാക്ട് ഡ്രില്ലർ എന്നൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സബ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഡിഫോൾട്ട് എന്ന സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഡിഫോൾട്ട് എന്ന സബ് കാറ്റഗറിയിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ മെഷീൻസും ആഡ് ചെയ്യാവുന്നതാണ്. സബ് കാറ്റഗറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഡ്രില്ലർ മെഷീൻ എന്ന കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ് കാറ്റഗറി ചേർക്കുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്ക്രീനാവും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് സബ് കാറ്റഗറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഡിഫോൾട്ട് എന്ന ഒറ്റ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് 2 മോഡ് ഡ്രില്ലർ മെഷീനും 3 മോഡ് ഡ്രില്ലർ മെഷീനും സെൽഫ് ഡ്രില്ലറൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വൽ സബ് കാറ്റഗറി വേണമെങ്കിൽ ഓരോ സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് സ്ക്രീനിൽ കാണിക്കാൻ പോണത് പോലെ. പ്രീ മോഡ് സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സബ് കാറ്റഗറി ചേർക്കുക. സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 മോഡ് മെഷീനുമായി 3 മോഡ് മെഷീനുമായി. ഇനി സെൽഫ് ഡ്രില്ലറിൻ്റെ സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഓരോ സബ് കാറ്റഗറിക്കും അതിൻ്റേതായ മെഷീൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഒരു സാധാരണ റെൻ്റൽ ഷോപ്പിൻ്റെ സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോൾ അവിടെ വെൽഡിംഗ് സെറ്റിന് 2 സബ് കാറ്റഗറി ഉണ്ട്. ബിഗ് സെറ്റും സ്മോൾ സെറ്റും. വലിയ വെൽഡിംഗ് സെറ്റും ഉണ്ട്, ചെറിയ വെൽഡിംഗ് സെറ്റും ഉണ്ട്. വലിയ വെൽഡിംഗ് സെറ്റിൻ്റെ ഉള്ളിൽ കുറേ വലിയ വെൽഡിംഗ് സെറ്റ് ആഡ് ചെയ്തതായി കാണാം. ചെറിയ വെൽഡിംഗ് സെറ്റിൻ്റെ ഉള്ളിൽ
അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വെൽഡിംഗ് സെറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ടൈൽ കട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 ടൈപ്പിലെ ടൈൽ കട്ടറാണുള്ളത്. 5 ഇഞ്ചിൻ്റെ ഉണ്ട്, 4 ഇഞ്ചിൻ്റെ ഉണ്ട്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ എടുക്കുകയാണെങ്കിൽ 5 ഇഞ്ചിൻ്റെ ടൈൽ കട്ടറെല്ലാം ഈ സ്റ്റോക്കിനകത്ത് ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ആംഗിൾ ഗ്രൈൻഡർ ആണെങ്കിൽ 1200 വാട്ട്സിൻ്റെ ഉണ്ട്, 850 വാട്ട്സിൻ്റെ ഉണ്ട്, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ളതുണ്ട്, 900 വാട്ട്സിൻ്റെ ഉണ്ട്. അങ്ങനെ എല്ലാം സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെമോളിഷിംഗ് ഹാമറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 5 കിലോയുടെ ഉണ്ട്, 10 കിലോയുടെ ഉണ്ട്, 3 കിലോയുടെ ഉണ്ട്, 7 കിലോയുടെ ഉണ്ട്. 7 കിലോയുടെ ഡെമോളിഷിംഗ് ഹാമർ എടുക്കുകയാണെങ്കിൽ സബ് കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 7 കിലോയുടെ 2 ഡെമോളിഷിംഗ് ഹാമർ ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് മാനേജ് ചെയ്യണത്. സേഫ് ആൻഡ് ആപ്ലിക്കേഷനെ പറ്റി കൂടുതൽ അറിയാനായി സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.